വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ മോട്ടോ ഇത് എന്താന്ന് വെച്ചാൽ വന്യജീവികളുടെ ഫോട്ടോ എടുക്കുന്ന മത്സരമാണ്. അല്ല, അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമല്ലേ? ആദ്യം അതിന് ജീവനോട് പിടിക്കണം, പിന്നെ ഫോട്ടോയിൽ നിന്ന് തരാൻ അതിനെ ശീലിപ്പിക്കണം, എന്നിട്ട് അതിന് ഫോട്ടോ എടുക്കണം. എന്റെ മോട്ടോ അത് അങ്ങനെയല്ല. വന്യജീവികളുടെ നല്ല നല്ല ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ എടുത്ത ഏറ്റവും നല്ല ഫോട്ടോന് 10,000 രൂപ സമ്മാനവും ലഭിക്കും. ഓ എന്റെ മോട്ടു പത്തലു, എല്ലാ സ്ഥലത്തും പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്താ വല്ല മത്സരവും നടക്കുന്നുണ്ടോ? ഏയ്, ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ ആണോ? ഞങ്ങളും മത്സരിക്കാനൊന്നും പോകുന്നില്ല. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇങ്ങനെ ഒരു മത്സരം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഫുർഫുറേ നഗറിൽ കാട്ടുമൃഗങ്ങളും പക്ഷികളൊക്കെ നമ്മൾ എവിടെ കാണാനാ? ശരിയല്ലേ ഡോക്ടർ സർക്കാർ? ഇതൊക്കെ ഒരു മത്സരമാണോ? എടോ താൻ പാടോ, എനിക്ക് കുറെ പണിയുള്ളതാ. ക്യാമറ അത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ തന്നെ ഉണ്ട്. അതിനെപ്പോഴാ നീ ഇവിടെ ക്യാമറ കൊണ്ടുവന്ന് വെച്ചേ? എന്റെ ഓർമ്മയിൽ ഒരു 6-7 കൊല്ലം മുമ്പ് വെച്ചതാണ്. ഒന്ന് നിർത്ത്. നീ ക്യാമറ തപ്പാണോ അത് എന്നെ എറിഞ്ഞു കൊല്ലാനുള്ള പദ്ധതി ഒരുക്കുകയാണോ? കിട്ടിപ്പോയി. എനിക്ക് അപ്പൊ തന്നെ തോന്നി ഇവന്മാര് കള്ളം പറയാണെന്ന്. മോട്ടോ എന്തായാലും ഇത് അടിപൊളി സ്ഥലം തന്നെയാ. വരൂ, നമുക്ക് ആ മോട്ടു പത്ലുവിനെ പിന്തുടരാം. അവരെന്ത് ഫോട്ടോ എടുക്കുന്നെന്ന് അറിയാമല്ലോ. എന്നിട്ട് നമുക്ക് അതിനേക്കാളും നല്ല ഫോട്ടോ എടുക്കാം. ഫോളോ ചെയ്യുന്നതിൽ എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ടായി. ദേ നോക്കിയ ഒരു അടിപൊളി പക്ഷി, അതിന്റെ ഫോട്ടോ എടുക്കാം. ഇത് പഴയ ക്യാമറയല്ലേ, ഇതിൽ സൂം ചെയ്യാൻ പറ്റുന്നില്ല. വരൂ, മരത്തിൽ കയറി ആ പക്ഷിയുടെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാം. എന്നാ കയറിക്കോ. പതുക്കെ കേട്ടോ. ഈ ചിക്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, എംപോസിബിൾ. ഞാൻ ഫയർ ചെയ്തിട്ട് പോലില്ലല്ലോ. ഓ ചിങ്കൻ സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ രണ്ടാള് കാരണം ആ ജോൺ എന്റെ രക്ഷപ്പെട്ടു പോയി. അതിന്റെ കുഴപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. 20 വർഷ അനുഭവത്തിൽ ആദ്യമായിട്ടാ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ തല്ലുകൊണ്ടത്. മോട്ടോ ആ വശത്തേക്ക് മാറി അത് പറന്നു പോകുന്നതിന് മുമ്പ് എടുക്ക. ഈ പക്ഷിക്ക് ഒരു സ്ഥലത്ത് നിന്നൂടെ? ഇത് എങ്ങോട്ടാ ഇങ്ങനെ പറന്ന് കളിക്കുന്നത്? അതെ, എത്രയൊക്കെ പറഞ്ഞാലും ഇത് എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുമല്ലോ മോട്ടോ. അവരുടെ മുകളിലൊരു ശ്രദ്ധ ഉണ്ടാവണം. നമ്മുടെ കൺമുന്നിൽ നിന്ന് അവര് പോകാൻ പാടില്ല. മനസ്സിലായോ? ഡോക്ടർ അതിനെ കുറിച്ച് വിഷമിക്കണ്ടേ. ഒരാളെ ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ട്. ഓ അത് കണ്ടില്ലേ, ചിങ്കൻ താഴെ വീട് കിടക്കുന്നത്. ചിങ്കം സാർ, നിങ്ങൾക്ക് പരിക്കൊന്നും പറ്റിയില്ലല്ലോ? ഓ നിങ്ങൾ രണ്ടുപേരോ? വീണ്ടും നിങ്ങൾ രണ്ടുപേരും എന്നെ ശല്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ? എനിക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾ രണ്ടാൾക്കും ഇപ്പൊ ഞാൻ തന്നെ പരിക്ക് തരാം. ചിങ്കം സാർ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ വിശ്വസിക്കണം. എവിടെ പോയി കിടക്കുക? കാണുന്നില്ലല്ലോ. ദേ കണ്ടോ,
അതിന്റെ മുകളിൽ. എന്റെ ദൈവേ, ആ പക്ഷിക്ക് കുറച്ചു നേരം ഭൂമിയിൽ വന്നിരുന്ന എന്താ തേഞ്ഞു പോവോ? ഒന്ന് വരൂ പക്ഷി. അതാ മോട്ടു, അവിടെ ഒരു കോണി ഇരിപ്പുണ്ട്. അവിടുന്ന് പറക്കല്ലേ പക്ഷി, പ്ലീസ്. അവിടുന്ന് പറക്കല്ലേ പ്ലീസ്. നിന്റെ പുറകിൽ ഓടി ഓടി ഞാൻ വയ്യാണ്ടായി. നിന്റെ പിന്നാലെ നടന്ന് എനിക്കും തീരെ വയ്യാതായി. ഞാനെന്ത് ചെയ്തു? നീയല്ലേ ഈ മത്സരത്തിൽ പങ്കെടുക്കണോന്ന് പറഞ്ഞത്? ഞാനല്ല പറഞ്ഞത്, നീ തന്നെയാ പറഞ്ഞ. നീയാണ്. നീ തന്നെയാ. നീയാണ്. നീ തന്നെയാ പറഞ്ഞ. നീയാണ്. അല്ല, നീയാ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. തല്ല് കൂടിയതൊക്കെ മതി. വേഗം പടം പിടിക്ക്. പത്തിലു, നിനക്ക് നീളമുണ്ടല്ലോ. നീ മോളിൽ കയറി വന്ന് ഇതിനെ കുറച്ച് ഫോട്ടോ എടുക്ക് വേഗം. എന്റെ മോട്ടോ, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? കോണി മര്യാദക്ക് പിടിക്കാൻ, ഞാൻ വീഴും. മോട്ടോ ഇങ്ങനെ ആട്ടല്ലേ, ബാലൻസ് ചെയ്യേ. എന്റെ പത്തിലു. അതെ, നിക്ക് നിക്ക്. ഒരു ഫോട്ടോയുടെ പ്രശ്നമേ ഉള്ളൂ. നിക്ക് പക്ഷി. നേരെ പിടിക്കും മോട്ടോ. മോട്ടോ, എന്തൊക്കെയാ നീ ചെയ്യുന്നേ? ഇന്ന് കാലാവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. ചിങ്കത്തിന്റെ പുറകെ വരുന്ന കൊടുങ്കാറ്റ് ചിങ്കത്തിന്റെ തൊപ്പിയെ കൊണ്ട് പോകും. എന്റെ മോട്ടോ, നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? ഈ കൊടുങ്കാറ്റ് ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇങ്ങോട്ട് വന്നത്? കണ്ടു, നിങ്ങളെ ഞാൻ കണ്ടു. നിങ്ങൾ രണ്ടാളും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നെ തല്ലാൻ വേണ്ടി. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളൊരു പാഠം പഠിപ്പിക്കും. പിടിച്ചോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇങ്ങനെ ഒരു ചീത്ത ദിവസം എനിക്ക് ഉണ്ടായില്ല. ഡോക്ടറെ വിട്ടോ. അത് കണ്ടോ, ആകാശത്ത് എത്ര സന്തോഷത്തോടെ അത് പറന്ന് കളിക്കുന്നെന്ന്. എന്നോട് ചോദിച്ചാലേ ഇതിനെ ക്യാമറ കൊണ്ടല്ല, തോക്ക് കൊണ്ടാ ഷൂട്ട് ചെയ്യേണ്ടത്. തോക്കൊണ്ട് ഷൂട്ട് ചെയ്താലേ 10,000 രൂപ ഒരിക്കലും കിട്ടില്ല. വേഗം വേറെന്തെങ്കിലും മാർഗം ആലോചിക്കേ. എന്റെ പത്തിലും വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? കുടിച്ചതും കഴിച്ചതും ഒക്കെ ഇതിന്റെ പുറകിൽ നടന്ന് നടന്ന് ദഹിച്ചു പോയി. ഐഡിയ. എന്റെ പക്ഷികുമാരി, ഒന്ന് ചിരിക്കടാ, ചിന്നപ്പടാ. എന്റെ മോട്ടോ, അതിന് ചിന്നപ്പെന്നൊന്നും പറഞ്ഞാ അറിയില്ല. വേഗം ഫോട്ടോ എടുക്കാൻ നോക്ക. ഫോട്ടോ. ക്യാമറ. ഞാനൊന്ന് വെച്ച് തരും. വാചകം അടിക്കാതെ വേഗം ഫോട്ടോ എടുക്കാൻ നോക്കും മോട്ടോ. ഫോട്ടോ എടുക്ക. അതിന്റെ മുഖത്തേക്ക് ലൈറ്റ് കിട്ടുന്നില്ലെന്നേ. നമുക്ക് അങ്ങോട്ട് പോയാലെന്താ? മോട്ടോ, ഉള്ള വെളിച്ചത്തിൽ വേഗം ഫോട്ടോ എടുക്കാൻ നോക്ക്. വേണ്ട. എന്റെ അമ്മ എന്തായി ചെയ്യുന്നേ? ഇതിപ്പോ അതിലും വലിയ വേണ്ട. പണിയായല്ലോ. അരുത് പക്ഷികുമാരി. വേണ്ട വേണ്ട. ഞങ്ങളെ വിട്ടേക്ക്. കുമാരി എന്താണ് ഈ കാണിക്കുന്നത്? ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ. വേഗം ചെന്ന് ചിങ്കത്തിനെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ നമുക്ക് ടിടി കിട്ടും. വേഗം വാ. എന്റെ അമ്മോ, ഇന്ന് എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ രണ്ടാളും ഒരു തവണ, 2 തവണ, എന്തിന് പലതവണ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? ഇല്ല, നിങ്ങളെ ഞാൻ വിടില്ല. ഇപ്രാവശ്യം ഞാൻ വിടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. എന്റെ അമ്മോ. ഇന്നത്തെ ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, മോട്ടുവും പത്ലുവുമാണ്. അത് പൊളിച്ചോ.
താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇല്ല, ഇതിനോടൊട്ടും ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങളും ഇവരെ പോലെ തന്നെ രാത്രിയും പകലും പടം പിടിച്ചോണ്ട് നടന്നതാ. എന്നിട്ട് 10,000 രൂപ ആ ഊള ഇത് ഫോട്ടോയ്ക്ക്. അനുവദിക്കാൻ പാടില്ല. ഞാൻ 20 കൊല്ലം ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ ചെയ്യാൻ പോവാണ്. Shut up! ഞാൻ നിങ്ങൾ രണ്ടാളെയും ഒരു തെറ്റും ചെയ്യാൻ അനുവദിക്കില്ല. എന്റെ അമ്മ ഉണ്ട് അവിടെ വീണെങ്കിലും നാളികേരം കൃത്യമായിട്ട് ഇവിടെ തന്നെ വീഴുന്നുണ്ടല്ലോ. ഈ നാളികേരത്തിനടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ.